അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾക്ക് വൈകുന്നേരം മുതൽ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെ, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമുക്കൊരു ചായ നിർബന്ധമാണല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത് പാല് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പം ഇന്ന് കട്ടൻ ചായ ആക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പൊതുവേ കട്ടൻ ചായ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പാൽ ചായയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കട്ടൻ കാപ്പി ഇഷ്ടമാണ്, പക്ഷെ കട്ടൻ ചായ ഇഷ്ടമില്ല. വീട്ടിലങ്ങനെ പണ്ട് മുതലേ ഈ ഒരു സാധനം നമ്മൾ ആരും കുടിക്കാത്തത് കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കാറുമില്ല. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ അതിലെന്തെങ്കിലും ഇഞ്ചിയോ അല്ലെങ്കിൽ നമ്മുടെ ഏലക്കൊക്കെ ഇട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാക്കാം. അപ്പോൾ പാലില്ലാത്തതുകൊണ്ട് വേറെ നിവർത്തിയില്ലല്ലോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു പാൽ ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്കറിയില്ല, ഇന്ന് ഞാൻ ഒരു കംപ്ലീറ്റ് ദിവസം പാൽ ചായ കുടിക്കാതെ ഞാൻ സർവൈവ് ചെയ്തിട്ടുണ്ട്. അല്ലടാ, ഞാനിന്ന് പാൽ ചായ കുടിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇതേ നമ്മളിതേ കട്ടൻ ചായയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചായ ഇടണേക്കാട്ടിൽ മുന്നേ തന്നെ ഈ ഷവർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഷവർമ്മ. ഒരു ഷവർമ്മയ്ക്ക് ഇവിടെ 5 ദിർഹംസാണ് കേട്ടോ. നല്ല ഷവർമ്മയാണ് കേട്ടോ. ഇവിടെ നിന്ന് വേറെ കടകളിൽ ഒന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ കരാമയുടെ ഒരു അടിപൊളി ഷവർമ്മയുണ്ട്. അത് ഓഫറിന് വിറ്റ് നമുക്ക് 3 സാധനം കിട്ടും. ഭയങ്കര ജ്യൂസി ആയിട്ട് അവർ കുറേ മയോണൈസൊക്കെ ഇട്ടിട്ട് അടിപൊളി സാധനം. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട്, അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഷവർമ്മ അതുപോലെ അത്ര ജ്യൂസി അല്ല, പക്ഷേ ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇതുപോലെ പ്ലേറ്റിലൊന്നും ആക്കാറൊന്നുമില്ല. കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാറാ പതിവ്. പിന്നെ വീഡിയോ എടുക്കുകയാണല്ലോ, ഇച്ചിരി വൃത്തിയും മെനയൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യും നമ്മളുടെ പ്ലേറ്റിലോട്ടേക്ക് സംഭവമൊക്കെ ഒന്ന് സെർവ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായയും ഷവർമ്മയും കഴിക്കാം. അപ്പോൾ അതേ ഞാൻ ഷവർമയും ചായയും ഒക്കെ ഉണ്ടാക്കി വെച്ച് വിളിച്ചിട്ടും ഏട്ടൻ വരണില്ല കേട്ടോ. ഏട്ടൻ ഈ കുത്തിയിരുന്ന് കളിച്ചുകൊണ്ട് കയ്യിൽ ജോയ്സ്റ്റിക്ക് ഉണ്ടാ. നമ്മൾ എഴുന്നേറ്റ് രാവിലത്തെ ഭക്ഷണം കഴിച്ച് അപ്പേ മുതൽ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പോരാത്തതിന് ഇന്ന് പുതിയ ഏതോ ഒരു ക്രിക്കറ്റും കൂടെ ഗെയിം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മിക്കവാറും ഇന്ന് ഉറങ്ങണ്ടാവില്ല. 24 മണിക്കൂറും ഇനി കളിച്ചുകൊണ്ടിരിക്കണേയിരിക്കും കേട്ടോ. പിന്നെ പോരാത്തതിന് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വെക്കേഷനാണ്. അപ്പോൾ പിന്നെ കുശാലായില്ലോ, ഇനി ഫുൾ ടൈം കളിയായിരിക്കും. അപ്പോൾ കുറേ തവണ വിളിച്ച് മടുത്തു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാൻ നിന്നൊന്നുമില്ല, ഞാൻ കഴിക്കായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഷവർമ കരാമയുടെ അത്ര സെറ്റപ്പ് അല്ലെങ്കിലും നല്ലതാണ് കേട്ടോ. നമ്മൾ ഇവിടെ എപ്പോഴും സ്പൈസി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഷവർമ മേടിക്കാറ്, പക്ഷെ എരിവൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നോൺ സ്പൈസി ശരിക്കും തീരെ ഒട്ടും എരിവും ഇല്ലാത്ത ടൈപ്പ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എപ്പോഴും മേടിക്കാറുള്ളത് സ്പൈസി ആയിട്ടുള്ള ഷവർമയാണ്. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേ നമ്മൾ കടയിൽ പോകാൻ പോകാം കേട്ടോ. ഏകദേശം ഒരു 7 മണി 6:30 എന്തായപ്പോഴാണ്. അതിനു മുന്നേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല, നല്ല ചൂടാണ്. അപ്പോൾ ഒരു വെയിലൊക്കെ ആറി ഒന്ന് ശാന്തമായതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങണേ. നമ്മളിത് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയത്. ഇപ്പോൾ അവിടെ ഒരു പൂച്ചയൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ ക്യാമറ എടുത്തപ്പോൾ പുള്ളിക്കാരൻ നല്ലപോലെ ഫോക്കസൊക്കെ ചെയ്ത് ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഞാൻ ഇപ്പം പോകാൻ കാരണം മിക്കപ്പോഴും നമ്മൾ ഇരുട്ടായിട്ട് ഇറങ്ങണേ. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഇതൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഫുൾ ഇരുട്ടും അവിടെയും ഇവിടെയായിട്ട് കുറേ മഞ്ഞ ലൈറ്റ്സ് മാത്രമേ കാണാനുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഇരുട്ട് വീഴണേക്കാട്ടിലും മുന്നേ തന്നെ നമ്മൾ പോയി ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വന്നു. പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കഞ്ഞിയും പയറുമാണ്. പിന്നെ നാളത്തേക്ക് രാവിലത്തേക്കുള്ള സാധനത്തിൻ്റെ ഐറ്റംസ് കൂടെ നമുക്ക് മേടിക്കാനുണ്ട്. അത്രയും നമ്മൾ മേടിച്ചോളൂ. തൊട്ടടുത്താണ്, ഒരു 5 മിനിറ്റ് പോലും നമുക്ക് നടക്കാനില്ല. അപ്പോൾ അവിടെ ഏട്ടൻ മറ്റേ ഷട്ടിൽ ബാറ്റ് കണ്ടപ്പം അതിൻ്റെ റേറ്റൊക്കെ നോക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് 50 ദിർഹംസാണ്. അപ്പോൾ നമ്മൾക്ക് പിന്നെ കരാമയിൽ നമ്മൾ നാളെ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ റേറ്റും കൂടെ കമ്പയർ ഒക്കെ ചെയ്തിട്ട് പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു. ഇത്ര നേരം പുറത്തിറങ്ങിയുള്ളൂ. അപ്പോഴത്തേക്കും നല്ലപോലെ ദാഹിക്കണ്ടായിരുന്നു. അപ്പം ഒരു നാരങ്ങ വീട്ടിലിരിക്കണ്ടായിരുന്നു. ഞാൻ കുറച്ച് നമ്മുടെ മിൻലീസും കൂടെ മേടിച്ചു. അപ്പം അതെല്ലാം കൂടെ നമ്മൾ മറ്റേ ജ്യൂസ് അടിക്കൂലേ, ലൈം ജ്യൂസ് പോലെ അടിപൊളിയല്ലേ. അപ്പം കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആദ്യമൊക്കെ ഇതുണ്ടാക്കുമ്പോൾ ശരിയാവാറുണ്ടായിരുന്നില്ല. നാരങ്ങ കയ്പ്പൊക്കെ വരും. പിന്നെ ഈ നാരങ്ങ കുരുവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കുരു കളയുന്ന ആ ഒരു സ്റ്റെപ്പ് സുഖമായിരുന്നു. എല്ലാം കൂടെ നമ്മളുടെ നാരങ്ങ വെള്ളം
പഞ്ചസാര, മിന്റ് ലീവ്സ് അതെല്ലാം കൂടി ഇട്ടിട്ട് അരയ്ക്കും. പിന്നെ ആദ്യമൊക്കെ ഇല്ലേ ഞാൻ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ നാരങ്ങേൻ്റെ തൊണ്ടൊക്കെ ഇട്ടിട്ട് എത്ര വെള്ളമാണ് ആവശ്യമുള്ളത് ആ കംപ്ലീറ്റ് വെള്ളം ഞാൻ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒഴിക്കുമായിരുന്നു. അങ്ങനെയാവുമ്പോൾ അരഞ്ഞു കിട്ടൂല. പിന്നെയാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം അരച്ചതിന് ശേഷം പിന്നെ വെള്ളം കംപ്ലീറ്റ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ ലൈം ജ്യൂസ്, നാരങ്ങ വെള്ളം എന്ന് തന്നെ പറയാൻ പറ്റില്ലല്ലോ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിലെ പണ്ടൊക്കെ നമ്മൾ ഈ ബേക്കറിയിലും കടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് സാധാ ഒരു നാരങ്ങ വെള്ളം കിട്ടൂലേ, അതിൻ്റെ ടേസ്റ്റൊന്നും നമ്മൾ ഇപ്പം ലൈം ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതും കടയിൽ നിന്നും കിട്ടുന്ന സാധനത്തിനൊന്നും ടേസ്റ്റ് ഇല്ല. അതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. എൻ്റെ കുറച്ച് ഇന്ന് ഞാൻ സൂംബ ചെയ്തു ഗൈസ്. ഇപ്പം ഇന്ന് ഈ മാസം അടുപ്പിച്ച് 4 ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ റെക്കോർഡാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഇന്ന് കഞ്ഞിയും പയറും ഉണ്ടാക്കാൻ പോവാം. ഞാൻ പയറ് സെപ്പറേറ്റ് ആയിട്ടൊന്നും ഞാൻ ആക്കില്ല. നമ്മൾ എളുപ്പത്തിന് ചെയ്യുമല്ലോ, നമ്മുടെ അരിയും ചെറുപയറും കൂടെ ഒരുമിച്ച് നമ്മൾ കഴുകി കുക്കറിലിട്ടിട്ട് ചെയ്യൂലേ, അതേപോലെ ആക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇപ്പം ഓൾറെഡി എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് തട്ടിക്കൂട്ടായിട്ട് ഇതാകുമ്പം പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. പക്ഷെ നമുക്കൊക്കെ ഇഷ്ടമുള്ളതാണല്ലോ. എൻ്റെയൊക്കെ ഒരു പണ്ടൊക്കെ ഇല്ലേ എനിക്ക് ചോറെന്ന് വെച്ചാൽ അലർജി ആയിരുന്നു. ഞാൻ പണ്ട് എൻ്റെ മമ്മിയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ചോറ് കണ്ടുപിടിച്ചവനെ തലക്കിടിച്ച് കൊല്ലണമെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് എനിക്ക് വിരോധമായിരുന്നു. പക്ഷെ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ദിവസം ചോറ് കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതേ കയ്യിൽ ഫോൺ പിടിച്ചേക്കണത്, എനിക്ക് നാളെ ഇടാൻ വേണ്ടിയിട്ട് വേറെ ഷോർട്സ് ഇല്ല. അപ്പോൾ ഈ സെയിം സാധനം തന്നെ ഏട്ടൻ്റെ ഫോണിൽ ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ, ആ കയ്യിൽ ഫോൺ. അപ്പോൾ ഇതേ ഞാൻ നമ്മുടെ അരിൻ്റെയും പയറിൻ്റെയും ഉള്ളിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ച് നമ്മുടെ നല്ല ജീരകവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യത്തെ വിസിൽ ഞാൻ ഫുള്ളിലിട്ടിട്ട് പിന്നെ 14 വിസിൽ, അങ്ങനെ ടോട്ടൽ 15 വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും ഞാൻ പറയാറുണ്ട് കുക്കറിൻ്റെയും അതിലിടുന്ന സാധനത്തിൻ്റെയും ക്വാണ്ടിറ്റിയുടെ ബേസിസിൽ ഇതിൻ്റെ വിസിലിൻ്റെ അളവിലും സംഭവത്തിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോണേ, ചമ്മന്തി. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ചമ്മന്തിയും കൂടെ അരയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ നാടൻ ചമ്മന്തിയില്ലേ, മാങ്ങയൊന്നുമല്ല, നമ്മളുടെ മറ്റേ പുളിയും ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് പുളി ഇട്ട് കൊടുക്കും. പിന്നെ എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ചെറിയ പീസ് സവാള ഇട്ട് കൊടുക്കും. പിന്നെ ജീരകം ഇട്ട് കൊടുക്കും, ഉപ്പിട്ട് കൊടുക്കും. പിന്നെ വറ്റൽമുളക് ഇല്ല, അതുകൊണ്ട് നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ട് അരച്ചെടുക്കും. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ നമ്മൾ വീട്ടിൽ അരയ്ക്കുന്ന സമയത്ത് ഈ ജീരകത്തിൻ്റെ ആ ഒരു സംഭവം നമ്മൾ ഇല്ല, എൻ്റെ വീട്ടിലൊന്നും ആർക്കും അറിയില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രണ്ട് ഒരു ദിവസം അവൾ ഈ ഒരു ചമ്മന്തി കൊണ്ടുവന്നു. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞ് അവർ ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് നല്ല ജീരകം കൂടെ ആഡ് ചെയ്യാറുണ്ടെന്ന്. അന്ന് മുതലാണ് കേട്ടോ ഞാൻ പിന്നെ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് നല്ല ജീരകം ആഡ് ചെയ്യണേ. പക്ഷേ നമ്മുടെ പച്ചമാങ്ങയിട്ട് അരയ്ക്കുന്ന സമയത്ത് അതിൽ നല്ല ജീരകം ഇടില്ല. ഇതുപോലെ വറ്റൽമുളക് അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ അരയ്ക്കണേൽ മാത്രം കേട്ടോ നല്ല ജീരകം ആഡ് ചെയ്യുള്ളൂ. നമ്മുടെ പച്ചമാങ്ങയ്ക്ക് നല്ല ജീരകം ആഡ് ചെയ്തിട്ട് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല, വേറൊരു ടേസ്റ്റ് വരും. ഇതാവുമ്പം കറക്റ്റ് നല്ല സെറ്റായിട്ട് അങ്ങനെ ചമ്മന്തിയൊക്കെ ആയിട്ടുണ്ട്. പണ്ട് വീട്ടിലൊക്കെ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊക്കെ അരയ്ക്കാറ്, അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് എല്ലാവരും ഈ ചമ്മന്തിയൊക്കെ എങ്ങനെ ഉരുട്ടിയെടുക്കണേ. ഞങ്ങളുടെ വീട്ടിലൊക്കെ എത്ര ശ്രമിച്ചാലും ഉരുട്ടാൻ പറ്റാറില്ല, കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായി തേങ്ങ ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ അരഞ്ഞ് കിട്ടും, എന്നാലേ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ പാത്രം കഴുകൽ. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കണമായിരുന്നു ഒരു ദിവസം എത്ര തവണയെ പാത്രം കഴുകണേന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഏട്ടനോട് പറയുകയും ചെയ്തു, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പെണ്ണിനെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് മടിയായിട്ട് അവൾ ഫുഡ് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ പാത്രത്തിൻ്റെ മേലെ നമ്മൾ ഈ കടയിലൊക്കെ ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു പേപ്പറിൽ അവർ ഈ ഇട്ട് തരുമില്ലേ, ഒരു അതിന് പേരൊന്നും എനിക്കറിയില്ല, ഒരു പേപ്പറിൽ അവർ ഭക്ഷണം തരും. ആ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മേലെ അവൾ ഫുഡ് ഇട്ടിട്ട് കഴിക്കും. അപ്പോൾ ആ പേപ്പർ അങ്ങോട്ട് കാട്ടിക്കളഞ്ഞാൽ മതിയല്ലോ, പാത്രം കഴുകണ്ട. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ഇത് നമ്മളുടെ സ്കിൻ കെയർ ടൈമാണ്. ഇനിയിപ്പോൾ കുറച്ച് എന്താണ് ബ്യൂട്ടീഷ്യൻ സുന്ദരിയാവാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് ഓട്സ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓട്സും പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ചില സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാപ്പിപ്പൊടി കൂടെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കാപ്പിപ്പൊടി ആഡ് ചെയ്തില്ല,
അതിൻ്റെ റീസൺ കാപ്പിപ്പൊടി കുറച്ചേ ഉള്ളൂ, അത് നമുക്ക് കുടിക്കാനുള്ളതേ ഉള്ളൂ, മുഖത്ത് തേക്കാനുള്ളതില്ല. അപ്പോൾ അതേ പാലൊക്കെ ഒഴിച്ചിട്ട് ഞാൻ തേക്കാണ്. സൂപ്പറാണ് കേട്ടോ, അടിപൊളി സംഭവമാണ്, നമുക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടും. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലൊക്കെ ആഡ് ചെയ്യണതുകൊണ്ട് അത്ര കണ്ട് നമ്മളുടെ സ്കിൻ ഡ്രൈ ആവില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നും തേക്കാം. അപ്പം എൻ്റെ മുഖത്ത് തേച്ചിട്ട് ഞാൻ ഏട്ടൻ്റെ മുഖത്ത് തേക്കാൻ വേണ്ടി പോവാം. പിന്നെ ആദ്യമൊക്കെ ഞാനേ ഇതിടണ സമയത്ത് മടിയായിട്ട് കഴുത്തിൽ തേക്കാറില്ല കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാറുണ്ട്. എല്ലാവർക്കും ഇപ്പം ഈ ഓട്സിൻ്റെ ഗുണങ്ങളൊക്കെ അറിയണതായിരിക്കും. ഒരുപാട് പേര് ഇതൊക്കെ പാക്കായിട്ട് തന്നെ യൂസ് ആക്കുന്നുണ്ട്. യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് ഈ ചില സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സാഷേ പാക്കറ്റ് പോലെ ചെറിയത് നമ്മൾക്ക് ടെസ്റ്റിന് കിട്ടൂലേ ഓട്സിൻ്റെ ഒക്കെ, അങ്ങനത്തെ എന്തെങ്കിലും കിട്ടണ സമയത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അല്ലാതെ ഓട്സിന് നല്ല പൈസയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ കഴിക്കണില്ല. അപ്പം പിന്നെ കാട്ടിക്കളയണ്ടല്ലോ. ഉള്ളിലോട്ട് പോയില്ലെങ്കിൽ മുഖത്തെങ്കിലും തേക്കാം എന്നുള്ളൊരു ഇതിൽ തേക്കണതാണ്. അല്ലെങ്കിലും ഞാൻ ഇതിന് വേണ്ടിയിട്ട് നാട്ടിലും വെച്ച് ഓട്സ് മേടിക്കാറുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറാണ്. കണ്ടിട്ട് രണ്ട് ഭൂതങ്ങളിൽ എനിക്ക് വീഡിയോ നോക്കിയപ്പോഴാണ് ഏട്ടൻ കണ്ട ശരിക്കും നമ്മുടെ കഴുത്തിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒരു വ്യക്തി ഇരിക്കണ പോലെ ഏട്ടൻ ഇരിക്കണേ. പിന്നെ ഇന്ന് ഏട്ടൻ ഓഫായതുകൊണ്ട് ഞാനിങ്ങനെ അലക്കണ കാര്യം മറന്നു പോയിട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ ഏട്ടൻ ജോലിക്ക് പോകുന്നു, ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന എൻ്റെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കണതാണ്. പക്ഷെ ഇന്ന് ഞാൻ മറന്നു പോയിട്ടോ. അപ്പം ഒരുപാട് നമുക്ക് അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയടിക്ക് അലക്കിയാലും തീരെയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇപ്പം അരക്കാം. രാത്രിയായി 9:30 എന്തോ ആവാനായിട്ടുണ്ട്. ബാക്കി പിന്നെ അലക്കാമെന്ന് ഓർത്തിട്ട് ഒരു സെറ്റ് മാത്രമേ ഇപ്പം അലക്കാനിട്ടു. അല്ലെങ്കിൽ പിന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നമ്മൾ 3-4 ട്രിപ്പ് അലക്കേണ്ട വരും. അപ്പം വേഗമേ തന്നെ ഒരു സെറ്റിൽ നിന്ന് അലക്കി തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ നമ്മളുടെ 2 പേരുടെയും കുളിയും തേവാരവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചൂടോടുകൂടെ തന്നെ കഞ്ഞി കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ ചോറ് കഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ കണ്ടം വഴി ഓടിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു കഞ്ഞിയും പയറൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അങ്ങനെ പറയില്ലേ, ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മളുടെ വയറും മനസ്സും ഒരുപോലെ നിറയുമെന്ന് പറയൂലേ, ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ഭക്ഷണമാണ് കേട്ടോ ഇപ്പം ഈ കഞ്ഞിയും പയറും ചമ്മന്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഒരു കംഫർട്ട് ഫുഡ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. നമ്മൾ എത്രയൊക്കെ പിസ്സ, ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാലും ഈ ഒരു സംഭവം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെന്ത് കഴിച്ചാലും കിട്ടൂല. കണ്ട നമ്മളുടെ കഞ്ഞി, പയറ്, ചമ്മന്തി, അച്ചാറ് എല്ലാം കൂടെ കൂട്ടി കഴിക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ അടുത്ത് പാലുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും വലിയൊരു ഇതാണ് മേടിക്കാറ് ഏട്ടാ. അപ്പോൾ ഇല്ലേ, മുന്നത്തെ ഒരു പാലിൻ്റെ ഒരു ഇച്ചിരി ഭാഗം ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഓട്സിൻ്റെ പാക്ക് ഇടാൻ വേണ്ടിയിട്ടേ അതെടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മണം വരണം. അപ്പോൾ അത് ഓൾറെഡി 18-ാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ വരെ, അതായത് 24-ാം തീയതി വരെ ആ പാല കുടിച്ചോണ്ടിരുന്നേ, നോക്കണുണ്ടായിരുന്നില്ല. അങ്ങനെ ഡൗട്ട് വന്നപ്പം നമ്മൾ ഇന്ന് മേടിച്ച പാല് നോക്കി. അപ്പം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നാ 26-ാം തീയതി, അതായത് 25-ാം തീയതിയാണ് ആ പാല് മേടിച്ചിരിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് 26-ആണ്. അപ്പം നമ്മൾ ഒന്നും കൂടെ അവിടെ പോയിട്ട് മാറ്റിത്തരൂ എന്ന് ചോദിക്കുകയാണ്. അറിയില്ല, അവർക്ക് വേണമെങ്കിൽ പറയാം, എടുക്കുമ്പോൾ നിങ്ങൾ നോക്കി എടുക്കണമായിരുന്നു എന്ന് പറയാം. അറിയില്ല, പോയി നോക്കിയിട്ട് ബാക്കി പറയാം. നമ്മൾ സ്ഥിരം പോണ കട ചെയ്തുകൊണ്ടേ അപ്പം അവരത് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. മാറ്റി തന്നു. അപ്പൊ ഇനിയിപ്പം കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് പ്രേത സിനിമ എന്തെങ്കിലും കാണണം. ഒറ്റയ്ക്ക് എനിക്ക് പ്രേത സിനിമ കാണാൻ പേടിയാണ്. എനിക്ക് പ്രേത സിനിമ കാണാൻ വേണ്ടിട്ട് പേടിയാണ്. ഇവിടെ എവിടെയോ ഒരു മണിയുടെ ശബ്ദം കേട്ടു, അതാണ്. അപ്പോൾ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സിനിമയൊക്കെ കാണാട്ടോ. ഇവിടെ ഏട്ടനെവിടെ എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കാണ്ടോ. അപ്പം നമ്മളിപ്പം സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നണ്ണല്ലേ, ചിലപ്പോൾ നൺ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രേത സിനിമ കാണും. നമ്മൾ വേറെ സിനിമയൊന്നും വന്നിട്ടില്ല. OTT-ൽ വന്ന പടക്കളം, പിന്നെ ഏതായിരുന്നു വേറെ നാളും വന്നതൊക്കെ നമ്മൾ പ്രിൻസ് ആൻഡ് ഫാമിലി ഇല്ലേ, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണണം. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഒരു ബൈ ബൈ പറയൂ. ഇങ്ങനെ നോക്കി പറ. ബൈ ബൈ.